ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോയാൽ അവിടെ കരമന തളിയിൽ ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടമുണ്ടായി എന്ന വിവരം വരുന്നു. 4 വീടുകളുടെ മേൽക്കൂര പറന്നുപോയിരിക്കുകയാണ്. മരം കടപുഴകിയും വ്യാപക നഷ്ടമുണ്ടായിട്ടുണ്ട്. നിരവധി വീടുകൾക്ക് കേടുപാടുണ്ടായി. അശ്വിൻ ഡിയാഗോയാണ് ചേരുന്നത്. അശ്വിൻ, ഒരു മേൽക്കൂര കീഴ്മേൽ മറിഞ്ഞു കിടക്കുകയാണ്. ഒരു ഫാൻ ആണോ നമ്മൾ ഈ കാണുന്നത്? ദൃശ്യങ്ങൾ ഇപ്പോൾ ആ വീടുകൾ ഏതാണ്ട് പൂർണ്ണമായി പ്രശ്നത്തിലായ പോലെയാണല്ലോ കാണുന്നത്. ശക്തമായ കാറ്റിലാണ് ഇത്തരത്തിൽ അപകടമുണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. അശ്വിൻ സ്ഥലത്തുണ്ടല്ലോ, വിശദാംശങ്ങൾ എന്താണ്? അവരിത വൈകുന്നേരത്തോടുകൂടി കനത്ത കാറ്റാണ് തലസ്ഥാന ജില്ലയിൽ അടിച്ചത്. അതിൽ തളിയിൽ, അതായത് കരമന തളിയിൽ മാത്രം 4 വീടുകളുടെ മേൽക്കൂരകൾ പൂർണ്ണമായും പറന്ന് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കാണുന്നത് വീടിന്റെ മേൽക്കൂരയാണ്. അത് ശക്തമായ കാറ്റിൽ, അല്പസമയം മുമ്പത്തെ ശക്തമായ കാറ്റിൽ ഈ വീടിന്റെ മേൽക്കൂര അടർന്ന് വീണ് ഇവിടെ കിടക്കുന്നതാണ് കാണുന്നത്. ആ കാണുന്നതും മറ്റൊരു വീടിന്റെ മേൽക്കൂരയാണ്. ആ മുളങ്കാടുകൾക്കിടയിൽ കിടക്കുന്നതും മറ്റൊരു വീടിന്റെ മേൽക്കൂരയാണ്. അങ്ങനെ ഏതാണ്ട് 4 വീടുകളുടെ മേൽക്കൂരകളാണ് ഈ ശക്തമായ കാറ്റിൽ പറന്ന് മാറിയിട്ടുള്ളത്. വലിയൊരു അപകടമായിരുന്നു സംഭവിക്കേണ്ടത്. പക്ഷെ ആ സമയത്ത് ഇവിടെ ആളുകൾ ഇല്ലാതിരുന്നത് കൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഒഴിവാക്കിയിട്ടുള്ളത്. ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ വീടിന്റെ മേൽക്കൂര വന്ന് പതിച്ചപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന മറ്റ് മരങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ സാധനങ്ങളെല്ലാം തെറിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അത്രത്തോളം ശക്തമായ കാറ്റായിരുന്നു ഇവിടെ വീശിയിരുന്നത് എന്നുള്ളതാണ്. 4 വീടുകളുടെ മേൽക്കൂര പൂർണ്ണമായും തകർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഈ വീടുകൾക്കുള്ളിലേക്കൊക്കെ ഇവിടെ ഉള്ള ആളുകളെയൊക്കെ മാറ്റാനുള്ള ഒരു പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല മേൽക്കൂര ഇപ്പോൾ ശക്തമായ മഴയും ഇവിടെ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താൽക്കാലികമായി മേൽക്കൂര കെട്ടുന്ന ആ ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഭാഗ്യവശാൽ മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായിട്ടുള്ളത്. സ്കൂൾ വിദ്യാർത്ഥികളടക്കം സ്കൂൾ വിട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു സമയമായിരുന്നു ഈ സമയം എന്നുള്ളതാണ്. ആ സമയത്താണ് ഈ കാറ്റടിച്ച് ഈ മേൽക്കൂരകളെല്ലാം പറന്നു പോയിട്ടുള്ളത് എന്നുള്ളതാണ്. ഭാഗ്യവശാൽ മാത്രമാണ് നാട്ടുകാർക്കൊന്നും കാര്യമായൊന്നും പറ്റാതിരുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഈ നാട്ടുകാരോട് തന്നെ ചോദിക്കാം. ഈ സമയം ഇവിടെ ആരും ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു വീട്ടിൽ ആളുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ചേച്ചി, ഈ കാറ്റടിക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു? അതെ, എന്റെ 2 മണിയാണ്. ഞാൻ അന്നേരം ഇല്ലായിരുന്നു, ഞാൻ വീട്ടിൽ ജോലിക്ക് പോയിരുന്നു. ഫോൺ വിളിച്ച് തന്നതാ. അല്ല, അവള് വെളിയിൽ ഇറങ്ങാൻ നോക്കിയപ്പോ ആ വീട്ടിന്റെ കൂരയാണ് പറന്ന് ഈ കിടക്കുന്നത്. എന്റെ ഇതാ അവിടെ കിടക്കുന്നത്. അപ്പൊ അവൾക്ക് ഇറങ്ങാൻ പറ്റിയില്ല. പോസ്റ്റ് വീണതുകൊണ്ട് പിന്നെ അതിനകത്തിരുന്നിട്ട് ബഹളമായിരുന്നു. അങ്ങനെ ഫോൺ ചെയ്ത് ആദ്യം ഭർത്താവിനെ വിളിച്ച് പിന്നെ എന്നെ വിളിച്ച് അങ്ങനെ വന്നു. പിന്നെ എല്ലാരും വന്നതിന് ശേഷം കുറച്ച് മാറ്റിയിട്ടാണ് അവള് വെളിയിറങ്ങിയത്. മാറിക്കിടക്കാൻ വേറെ എങ്ങോട്ടെങ്കിലും മാറാൻ സൗകര്യമുണ്ടോ? എനിക്കോ അതറിയില്ല. ഞാൻ ചിലപ്പം ജോലി സ്ഥലത്ത് വേണമെങ്കിൽ കിടക്കാം. അവരുടേത് എനിക്കറിയത്തില്ല, അവരെന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അത് തന്നെയാണ് ഇവിടെ ദൃശ്യങ്ങൾ കാണാം. KCB ലൈൻ പോസ്റ്റുകളടക്കം മറിഞ്ഞിട്ടുണ്ട്. ഈ വഴിയിൽ വ്യാപകമായി തന്നെ പലയിടങ്ങളിൽ മരങ്ങൾ കടപുഴകിയിട്ടുണ്ട്. വൻ മരങ്ങളാണ് കടപുഴകി വീണിട്ടുള്ളത്. അങ്ങനെ മാത്രം ഏതാണ്ട് 10 താഴെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 3 KCB പോസ്റ്റുകൾ പൂർണ്ണമായും ഇവിടെ നിന്നും വിട്ടുപോയിട്ടുണ്ട്. അതിപ്പോൾ KCB ഉദ്യോഗസ്ഥർ ലൈൻ കട്ട് ചെയ്ത് അത് പുനഃസ്ഥാപിക്കാനുള്ള പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയൊരു അപകടമായിരുന്നു നടക്കേണ്ടിയിരുന്നത് എന്നുള്ളതാണ്. തലനാടരിക്കാണ് ഈ നാട്ടുകാർ ഈ ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നുള്ളതാണ്. വീടുകളിൽ ആളില്ലാതിരുന്നതും ഈ പുറത്ത് ആളുകൾ ഇല്ലാതിരുന്നതും കൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാട്ടുകാർ ഇപ്പോൾ എന്തായാലും ഈ വീടുകൾ കേടുപാടുകൾ പറ്റിയ വീടുകൾ താൽക്കാലികമായി ഈ രാത്രി ഈ മഴയത്ത് ഇവർക്ക് കിടന്നുറങ്ങാനുള്ള സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ടിരിക്കുന്നു. 4 വീടുകൾ പൂർണ്ണമായും അതിന്റെ മേൽക്കൂരകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. 3 മേൽക്കൂരകൾ ഇവിടെ കാണാൻ കഴിയും. ആ വീടിന്റെയും മേൽക്കൂര പറന്ന് മറ്റൊരു ഭാഗത്തേക്കാണ് പോയിട്ടുള്ളത്. ഇതെല്ലാം ഈ കാണുന്നത് ഈ വീടിന്റെ മേൽക്കൂരയാണ്. അതായത് മേൽക്കൂര പറന്ന് മീറ്ററുകളോളം അപ്പുറത്ത് വന്ന് വീഴുന്ന സാഹചര്യമായി അത്ര വലിയ കാറ്റാണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ? വിനിത, തീർച്ചയായും ഈ വീടിന്റെ മേൽക്കൂര പറന്ന് ഇവിടെയാണ് വീഴുന്നെങ്കിൽ ഈ വീടിന്റെ മേൽക്കൂരയാണ് ആ കാണുന്നത്. അത്രയും ദൂരത്തിലേക്ക് മേൽക്കൂര പറന്ന് ചെന്ന് വീണിട്ടുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം. ശക്തമായൊരു കാറ്റാണ് ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇവിടെ നിറയെ സ്കൂൾ കുട്ടികൾ അടക്കമുണ്ട്. ഇതാണ് മറ്റൊരു വീടിന്റെ മേൽക്കൂര. അങ്ങനെ 3 മേൽക്കൂരകൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഈ സമയത്ത് ഈ വീട്ടിലുണ്ടായിരുന്ന ഒരു ചേച്ചിയുടെ വീടാണോ ഇത്? ഇത് വലിയ ശബ്ദം കേട്ട് ഊരിപ്പോവാണ്. എന്താ സംഭവിച്ചെന്തായിരുന്നു? മഴയത്ത് കാറ്റടിച്ചായിരുന്നു. അപ്പൊ ഇടയ്ക്ക് ഷീറ്റിന് സൗണ്ട് കേട്ടു. അതേപോലെ വിചാരിച്ചു കുറച്ചും വലിയ സൗണ്ടോടെ മൊത്തത്തിൽ ഫ്രെയിമോടെ ഷീറ്റ് ഇറങ്ങി പോകുമായിരുന്നു. പിന്നീട് നാട്ടുകാരാണോ ഓടി വന്ന് രക്ഷിക്കുന്നത്? ഇല്ല, ഞാൻ വിളിച്ചിട്ടാണ് എല്ലാവരും അറിഞ്ഞത്. കാരണം ഒരു എൻഗേജ്മെന്റ് ഉള്ളതുകൊണ്ട് ഇവിടെ ആരും ഇല്ലായിരുന്നു. ഈ വീടുകളൊന്നും ആരും ഇല്ലായിരുന്നു. തിരിച്ച് ഷീറ്റ് വീണ് ഞാൻ പുറത്തിറങ്ങാൻ നോക്കിയപ്പോഴത്തേക്കും അടുത്ത ഷീറ്റും പറന്നു വരുന്നതാണ്.
അപ്പോൾ പിന്നെ ലൈൻ ഉള്ളതുകൊണ്ട് എനിക്കറിയാം, പൊട്ടിയതുകൊണ്ട് മനസ്സിലായതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. തിരിച്ച് അകത്ത് കയറി തന്നെ ചേട്ടനെ വിളിച്ചപ്പോൾ ചേട്ടൻ വന്നതിന് ശേഷമാണ് ഞാൻ പുറത്തിറങ്ങിയത്. പിന്നീടാണ് എല്ലാവരെയും വിളിച്ച് KCBക്ക് വിളിച്ച് ലൈൻ കെട്ടിയത്. ഇല്ല, പിള്ളേരെല്ലാം സ്കൂളിൽ പോകുമായിരുന്നു, വർക്കിംഗ് ഡേ ആയതുകൊണ്ട് സ്കൂളിലായിരുന്നു. അതാണ് അവരെല്ലാം കുട്ടികളെല്ലാം സ്കൂളിലായിരുന്നു. ഇലക്ട്രിക് കമ്പി പൊട്ടി വീണിട്ടുണ്ടെന്ന് മനസ്സിലായത് കൊണ്ട് അവർ പുറത്തിറങ്ങിയില്ല. അതുകൊണ്ട് വലിയ അപകടം ഒഴിവായി, ആളപായം ഒഴിവായിരിക്കുന്നു. പക്ഷേ നോക്കൂ, ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ്. മേൽക്കൂര അപ്പാടെ പറന്നു പോകുന്ന സാഹചര്യമായിരുന്നു. ആഷ്വിൻ ഡിയാഗോ തത്സമയ വിവരങ്ങൾ നൽകിയത്. നമുക്ക്